എമ്പുരാൻ എന്ന സിനിമ മലയാളികൾ ഭൂരിഭാഗം പേരും കണ്ടു കഴിഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇന്നേ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ബുക്ക് മൈ ഷോ പോലുള്ള സൈറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ലഭിക്കുന്ന ബുക്കിംഗ് എത്രമാത്രം വലുതാണ് എന്നത്. പുതിയ സിനിമകൾ വിഷു റിലീസായി എത്തി ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുമ്പോൾ എമ്പുരാൻ അവിടെയും ഗംഭീരമായ ഫാസ്റ്റ് ഫില്ലിങ്ങുകളൊക്കെ നടത്തി പ്രേക്ഷകർ കാണാൻ ഇരിക്കുന്നു. ഭൂരിഭാഗം പേരും കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചാലും അങ്ങനെയല്ല, ഇപ്പോഴും എമ്പുരാൻ കാണാൻ പ്രേക്ഷകരുണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ആ വിവരം. അതുകൊണ്ട് തന്നെ പ്രീമിയം തിയേറ്ററുകളിൽ എല്ലാം എമ്പുരാൻ ഹോൾഡ് ചെയ്ത് ഗംഭീരമായ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും പറഞ്ഞു പോവുകയാണ്. കാരണം വിഷു റിലീസുകളിൽ എത്തിയ ചിത്രങ്ങളിൽ മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസ് ആണ് ലഭിച്ചത്. മികച്ച രീതിയിൽ ആരാധകർക്ക് അതിന് ഇഷ്ടമാകുകയും എന്നാൽ മറ്റ് ഓഡിയൻസിന് അത് വർക്കാകാതിരിക്കുകയും ചെയ്തപ്പോൾ വലിയ വലിയ നെഗറ്റീവ് റിവ്യൂകൾ ഈ ചിത്രത്തിന് ലഭിച്ചു എന്നത് പിന്നീട് പല തിയേറ്ററുകളുടെ മുന്നിൽ നിന്നും കാണാൻ കഴിയും. എന്നാൽ ഈ നെഗറ്റീവ് പറയുന്നതിനിടയ്ക്ക് പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ആരാധകർ എത്തുമ്പോൾ ആ പോസിറ്റീവിനൊപ്പം എമ്പുരാൻ എന്ന സിനിമയെ നെഗറ്റീവ് അടിക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് കേൾക്കുന്നത്. എന്ത് ഫ്രസ്ട്രേഷനാണ് ബ്രോ എന്നേ പറയാനുള്ളൂ ഈ അവസരത്തിൽ. ആ ചിത്രത്തെ മികച്ച രീതിയിൽ റിവ്യൂ നൽകി പ്രസന്റ് ചെയ്യാനുള്ള ഒരു ആർജവം കാണിക്കാതെ മറ്റൊരു സിനിമയെ താറടിച്ച് കാണിച്ചിട്ടുള്ള വർത്തമാനം. എമ്പുരാൻ എന്ന സിനിമ ഭയങ്കരമായ കളക്ഷനും മികച്ച രീതിയിൽ എത്തുകയും ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്ററും ഇൻഡസ്ട്രി ഹിറ്റുമായി കഴിഞ്ഞു. എന്നിട്ട് പോലും ആ ചിത്രത്തെ വിമർശിച്ചുകൊണ്ടാണ് തിയേറ്ററിൽ നിന്നും ബസൂക്കയുടെ റിവ്യൂ പറഞ്ഞുകൊണ്ട് അവരെത്തുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും ഇവർ ഏതുതരം ഫാൻസ് ആണ് എന്ന് ചിന്തിച്ചു പോകുന്ന അവസരമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് എന്നും മമ്മൂട്ടി ആരാധകർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നും അവർ ചോദിക്കുകയാണ്. എന്തായാലും ബോക്സ് ഓഫീസിൽ എമ്പുരാൻ തൂക്കിയടിയൊന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും വലിയ വലിയ അച്ചീവ്മെന്റുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും എമ്പുരാന്റേതായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ. മാർച്ച് 27-ന് റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോളതലത്തിൽ 250 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. വിഷു റിലീസുകൾ എത്തിയപ്പോഴും ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. സിനിമ ഇതാ മറ്റൊരു റെക്കോർഡ് നേട്ടത്തിന് അരികിലെത്തിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. എമ്പുരാൻ മലയാള പതിപ്പ് മാത്രമായി 94 കോടി രൂപ നേടിയെന്നാണ് സാഗ്നിൽസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 6 കോടി കൂടി സ്വന്തമാക്കിയാൽ ചിത്രത്തിന്റെ മലയാള പതിപ്പ് 100 കോടി എന്ന സംഖ്യയിലെത്തും. വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച കൂടി മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിച്ച് നോക്കിയാൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഏതൊക്കെ സിനിമയാണ് ടോപ്പിലെന്നും ഏതൊക്കെയാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടാതെ തഴഞ്ഞുപോയതെന്നും വ്യക്തമാകുന്നുണ്ട്. ആലപ്പുഴ ജിംഖാനയാണ് ടോപ്പിൽ നിൽക്കുന്നത്. 2.01 കോടിയാണ് 946 ഷോകളിൽ നിന്നും ഏതാണ്ട് 1 PM വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ട് വെച്ച് റിപ്പോർട്ടുകൾ എത്തിയത്. ബസൂക്ക എന്ന മമ്മൂട്ടി ചിത്രം 819 ഷോകളിൽ നിന്നും 75 ലക്ഷം മാത്രമേ അതുവരെ നേടിയിട്ടുള്ളൂ. മരണമാസ് 57 ലക്ഷവും എമ്പുരാൻ 23 ലക്ഷവും ഗുഡ് ബാഡ് അഗ്ലി 20 ലക്ഷവുമാണ് ഈ ടൈം വരെ നേടിയിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഈവനിംഗ് നൈറ്റ് ഷോയിലേക്ക് കടക്കുമ്പോൾ ഈ ചിത്രങ്ങൾക്കൊക്കെ മികച്ച രീതിയിലുള്ള കളക്ഷൻ ലഭിക്കാനുള്ള സാധ്യത വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ബസൂക്കയ്ക്ക് ഏതാണ്ട് 1.52 കോടി ലഭിക്കുകയുണ്ടായെന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നൈറ്റും ഈവനിംഗ് ഷോയാണ് എല്ലാ സിനിമകൾക്കും മികച്ച കളക്ഷൻ ലഭിക്കാൻ പോകുന്നതും. എന്തൊക്കെ പുതിയ സിനിമകൾ ഉണ്ടെങ്കിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ എമ്പുരാൻ സ്വന്തമാക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എമ്പുരാന്റെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ഓരോ ചാനൽ എടുത്ത് നോക്കിയാലും മനസ്സിലാകുന്നത്. കാരണം എമ്പുരാന്റെ വിവാദം അത്രയ്ക്ക് വലിയ രീതിയിലാണ് ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിയത്. ഇൻഡസ്ട്രിയിലുള്ളവർ എമ്പുരാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എത്തിയെങ്കിലും അവരുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് നടൻ ജഗദീഷ് ഈ അവസരത്തിൽ എത്തുകയുണ്ടായി. എമ്പുരാന് മുമ്പ് കുറെ കാലമായി ഞാനിവിടെ ചർച്ചകൾ കാണാറുണ്ട്, എന്നാൽ ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അടുത്ത കലാപത്തിലേക്ക് വഴിമരുന്ന് ഇടുന്നവർക്കെതിരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിന്റെ കുറ്റബോധത്തിലാണ് ഞാനെന്നും ജഗദീഷ് പറയുകയുണ്ടായി. എമ്പുരാൻ വിവാദം സിനിമാക്കാരെ സെൽഫ് സെൻസർഷിപ്പിലേക്ക് നയിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു നടൻ. എമ്പുരാന് മുമ്പും ഏറെക്കാലമായി ഞാനിവിടെ ചർച്ചകൾ കാണുന്നു. സായാഹ്ന ചർച്ചകളിൽ 2 മതത്തിൽപ്പെട്ടവരെ ഇരുത്തിയിട്ട് ഞങ്ങൾ 67 പേരെ കൊന്നു, നിങ്ങളുടെ 71 പേരെ കൊന്നു എന്ന് പരസ്പരം പറയുമ്പോൾ അതിനെ ഒന്നുകൂടെ ആവേശം കൊള്ളിക്കുന്ന അവതാരകനെയും അവതാരകയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഞാനും കുറ്റവാളിയാണ്. അതിന്റെ കുറ്റബോധത്തിലാണ് ഞാൻ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. അടുത്ത കലാപത്തിലേക്ക് വഴിമരുന്ന് ഇടരുത്. 100 കൊല്ലം മുൻപ് നടന്ന മതസംഘർഷത്തെക്കുറിച്ച് ഇന്നും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? അടുത്ത കലാപം വരാൻ വേണ്ടിയാണ്. ജഗദീഷ് പറഞ്ഞതിങ്ങനെ. ജഗദീഷിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ജഗദീഷിന്റെ ഈ വാക്കുകൾ ഇന്നത്തെ ഓരോ തലമുറയും ഒന്ന് ചർച്ചയ്ക്ക് വെക്കേണ്ടത് തന്നെയാണെന്നും അവർ എടുത്തു പറയുകയാണ്.